ഓക്കെ, നോക്കി ഞാൻ ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോവാണ്. ഇത് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. എന്താ ഇക്വേഷൻ? എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? -b + or - എന്താ b² - 4ac ഡിവൈഡ് ബൈ എന്താ 2a ആണ്. അപ്പം ഇവിടെ b എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് √3 ഇല്ലേ, +or - b². b² എന്ന് പറയുമ്പോൾ എന്താ 5√3 സ്ക്വയർ മൈനസ് 4 × a 2 × c എന്ന് പറയുമ്പോൾ 9 ഡിവൈഡ് ബൈ 2 × a എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ് 2 × 2. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ -5√3 ± ഇത് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും? 5ന്റെ സ്ക്വയർ എത്രയാണ്? 5ന്റെ സ്ക്വയർ എത്രയാണ്? 25. √3യുടെ സ്ക്വയർ എത്രയാണ്? 3. അപ്പം 25 × 3 എന്ന് ഇവിടെ വരും. മൈനസ് എത്ര? 4 × 2 × 9 9 × 2 18 അല്ലെങ്കിൽ 9 × 3 46 36 36 × 2 എത്രയാണ്? 72 ഇല്ലേ? 72 എന്ന് വരുന്നു. ഡിവൈഡ് ബൈ എത്രയാണ്? 4. അങ്ങനെയാണെങ്കിൽ -5√3 ± √75 - 72 ഡിവൈഡ് ബൈ 4. അങ്ങനെയാണെങ്കിൽ x -5√3 ± എത്ര എന്ന് വരും? 3 എന്ന് വരും. ആണോ? ഡിവൈഡ് ബൈ എത്രയാണ്? ഡിവൈഡ് ബൈ 4. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ രണ്ടായിട്ട് എഴുതാം. x -5√3 +√3 ഡിവൈഡ് ബൈ 4ഉം അതേപോലെ തന്നെ x -5√3 -√3 ഡിവൈഡ് ബൈ 4. അപ്പോൾ നമുക്കറിയാം ഇത് 5 മാങ്ങയാണ്, ഇതൊരു മാങ്ങ. -5 മാങ്ങയിൽ നിന്നും ഒരു മാങ്ങ പോയി കഴിഞ്ഞാൽ -4 മാങ്ങ വരും. -4√3 ഡിവൈഡ് ബൈ 4 എന്ന് വരും. ആണോ? ഇവിടെ എന്ത് വരുന്നത്? x ഇവിടെ -5 മാങ്ങ -3 മാങ്ങ എന്ന് പറയുമ്പോഴത്തേക്കും എത്ര വരും? -6 മാങ്ങ എന്ന് വരും ഇല്ലേ? ഡിവൈഡ് ബൈ 4 ആണല്ലോ. ഈ 4ഉം 4ഉം കട്ട് ചെയ്ത് വരുമ്പോൾ x എത്രയാണ്? -√3 വരുന്നു. ഇവിടെ x ഇത് രണ്ടും കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും 2 കൊണ്ട് കട്ടുമ്പോൾ 3, ഇവിടെ 2. അപ്പോൾ എത്ര വരുന്നു? -3√3 ഡിവൈഡ് ബൈ എത്രയാണ്? 2 എന്ന് വരുന്നു. ഇത് രണ്ടുമാണ് ഇത് ആൻസർ. ആണോ? മേടിച്ചോളൂ. ഓക്കെ, ദേവനാരായണൻ ഈ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് ചെയ്തായിരുന്നോ? ഹോംവർക്ക് എന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് ചെയ്തായിരുന്നോ? ദേവനാരായണൻ ചെയ്തില്ല. ഓക്കെ, ഇതൊന്ന് എഴുതിയെടുത്തേ പെട്ടെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു? 5. 5ന്റെ ഏതായിരുന്നു ക്വസ്റ്റ്യൻ? abx² മൈനസ് a + b the whole square x a + b the whole square into x - 1 അല്ലേ? = 0. ബാക്കി രണ്ടുപേരും എഴുതിയെടുത്തോ? സനാത്, നിരഞ്ജൻ എഴുതിയെടുത്തോ? ദേവനാരായണൻ എഴുതിയോ? സർ ലാസ്റ്റ് എഴുതും.
ഓക്കെ, നോക്കിക്കോളൂ. അടുത്തത് ഈ ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. നോക്കിക്കോളൂ, ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇത് നമുക്ക് വീണ്ടും നോക്കിയോ, ഇത് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. അതായത് എ ബി എക്സ് സ്ക്വയർ മൈനസ് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ് ഇൻറ്റു എന്താണ് എക്സ് മൈനസ് 1 ഈസിക്കൽ എന്താ 0 ആണോ? ഓക്കെ, എഴുതി പൊക്കോണേ, കൂടെ എഴുതി പൊക്കോണേ. ഇനി നമ്മൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട്, അതായത് ഇതിനെ ഇതുമായിട്ടും ഓരോ ടേമുമായിട്ടും ചെയ്യണം, അതേപോലെ ഇതിനെയും ഈ ഓരോ ടേമുമായിട്ടും ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എ ബി എക്സ് സ്ക്വയർ എഴുതിയിട്ട് മൈനസ് ഇവിടെ എന്താണെന്ന് എഴുതാം, എക്സ് ഇൻറ്റു എന്താണ് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ മൈനസ് 1 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് വരും. ഓക്കെ ആണോ? ഓക്കെ, അപ്പം ഇനി നോക്കിക്കോളൂ. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു മൈനസ് കിടപ്പുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, ഇത് ബ്രാക്കറ്റിലിട്ടിട്ട് ഇത് ബ്രാക്കറ്റിലങ്ങിടാം. ഈ ഒരു സംഭവം ബ്രാക്കറ്റിലങ്ങിടാം. കാരണം എന്താ, ഇവിടുത്തെ മൈനസിനെ പിന്നീട് അവസാനം നമുക്ക് അകത്തോട്ട് കയറ്റി എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ എ ബി എക്സ് സ്ക്വയർ മൈനസ് ഇവിടെ എക്സ് ഇൻറ്റു എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് എ സ്ക്വയർ എന്ന് വരുന്നു, പ്ലസ് ഇവിടെ 2ab എക്സ് എന്ന് വരുന്നു, പ്ലസ് ഇവിടെ എക്സ് ബി സ്ക്വയർ എന്ന് വരുന്നു, മൈനസ് എന്താണ് 1a സ്ക്വയർ മൈനസ് 2ab മൈനസ് ബി സ്ക്വയർ എന്ന് വരുന്നു. ഓക്കെ ആണോ? ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? ഇവിടെ എ ബി എക്സ് സ്ക്വയർ മൈനസ് ഇത് ഒരേപോലുള്ള ആൾക്കാർ എവിടെയെങ്കിലും ഉണ്ടോ? എവിടെ എ ബി എക്സ് സ്ക്വയർ നിങ്ങളെ ഇവിടെ ഒരു എളുപ്പമുള്ള ഒരു ട്രിക്ക് ഉണ്ട്. നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാവും. ഇതൊന്ന് കട്ട് ചെയ്യാവും. ഇത്രയൊന്ന് കട്ട് ചെയ്തു. ഞാനൊരു ട്രിക്ക് പറഞ്ഞാൽ ഇതൊന്ന് നോക്കി. ഇവിടെ വെച്ചിട്ട് ഡയറക്റ്റായിട്ട് ആൻസർ എടുക്കാനുള്ള ഒരു ട്രിക്ക് പറഞ്ഞുതരാണ്. നോക്കിയേ, അതായത് നോക്കിക്കോ, എ ബി എക്സ് സ്ക്വയർ എല്ലാവരും ശ്രദ്ധിക്കുക മൈനസ് മറ്റേ രീതി ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എക്സ് സ്ക്വയർ ടേമും എല്ലാം കൂടെ ഒരുമിച്ചാക്കിയിട്ട് കുറച്ചുകൂടെ പാടാണ് ചെയ്യാൻ. ഇത് കുറച്ചുകൂടെ എളുപ്പം നോക്കിക്കോ. ഞാൻ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം എന്തെന്ന് വരും മൈനസ് എന്തെന്ന് എഴുതാം, ഇവിടെ എ ബി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് എഴുതാം. ശരിയല്ലേ? പിന്നെന്താ മൈനസ് 1 ഇൻറ്റു എന്താണെന്ന് എഴുതാം, -1 ഇൻറ്റു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എഴുതാമല്ലോ. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാം, ഈ മൈനസിനെ കൂടെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ പോവാണ്. അപ്പം എ ബി എക്സ് സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് എന്താണ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ആണോ? അപ്പോൾ ഇതിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞ ഫോമിലായില്ലേ, ഈസിക്വൽ ടു 0 എന്ന് പറഞ്ഞ ഫോമിലായില്ലേ? ആയോ? കാരണം എന്താ, ഈ എക്സ് സ്ക്വയറിൻ്റെ കൂടെ കിടക്കുന്നത് എ ആണ്, ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കൂടെ കിടക്കുന്ന ആരാ, എ ബി ആണ്. അപ്പോൾ ഇവിടുത്തെ എ എന്താ, എ ബി ആണ്. അതേപോലെ എക്സിൻ്റെ കൂടെ കിടക്കുന്നത് ബി ആണ്, എക്സിൻ്റെ കൂടെ കിടക്കുന്ന ആരാ, മൈനസ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പം ബി എന്താ, മൈനസ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, സിയുടെ കൂടെ ഒറ്റയ്ക്ക് കിടക്കുന്നത്, ഇവിടെ സിയുടെ കൂടെ ആരോ ഒറ്റയ്ക്ക് കിടക്കുന്നത്, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. ആണോ? ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എക്സ്
ഈസിക്കൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എന്താണ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ എന്താ 2a ആണ്. ഇവിടെ നിന്ന് നമുക്ക് എന്താ എക്സ് ഈസിക്കൽ ടു മൈനസ് ബി എന്ന് പറയുമ്പോൾ മൈനസ് ഓഫ് മൈനസ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ആണോ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എന്തെന്ന് വരും ബി സ്ക്വയർ ആണ്. അപ്പോൾ മൈനസ് എ പ്ലസ് ബി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ആണോ ആണ്. മൈനസ് എന്താ 4 ഇൻറ്റു എ എന്ന് പറയുമ്പോൾ എത്ര എ ബി ഇൻറ്റു ബി എന്ന് എ ഇൻറ്റു സി ആണ്. സി എന്ന് പറയുമ്പോൾ എത്ര എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എത്രയാ 2 ഇൻറ്റു എ ആണ്. 2 ഇൻറ്റു എ എന്ന് പറയുമ്പോൾ 2ab. ഓക്കെ ആണല്ലോ. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എക്സ് ഈസിക്കൽ ടു ഈ മൈനസിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പ്ലസ് ആവും. അപ്പോൾ ഇത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആവും. കാരണം ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും പ്ലസ് ആവും. ഓക്കെ, അപ്പം അടുത്തത് പ്ലസ് ഓർ മൈനസ് അതേപോലെ തന്നെ ഇട്ടു. ഈ മൈനസിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ അത് പ്ലസ് ആയി പോകും. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു 4 എന്ന് വരും. മൈനസ് ഇവിടെ നോക്കിയേ 4ab ഇൻറ്റു എന്താ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ആണ് ഡിവൈഡഡ് ബൈ എന്താണ് 2ab എന്ന് വരും. ആണല്ലോ, ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനിയും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നമുക്കിവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്നത് എക്സ് ഈസിക്കൽ ടു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ്. ഇവിടെ ഞാൻ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ കോമൺ എടുത്താലോ? ഹോൾ സ്ക്വയർ കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടെ 1 വരും, മൈനസ് 4ab വരും. അല്ല, ഇവിടെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വരും ഇല്ല. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് 4ab എന്ന് വരും ഇല്ലേ? ഡിവൈഡഡ് ബൈ 2ab. അങ്ങനെ ചെയ്താലേ കിട്ടും. മൈനസ് 4ab ചെയ്യുമ്പോൾ 2 കട്ടായി പോയാൽ ആൻസർ നോക്കി. ഏതാ? ഓക്കെ, അപ്പോൾ നോക്കിയോ എക്സ് ഈസിക്കൽ ടു എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ്. ഇവിടെ ഞാൻ അതേപോലെ തന്നെ ഇടുകയാണ്. ഏതിനെയാണ്? ഈ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിനെ ഞാൻ അതേപോലെ തന്നെ ഇടുകയാണ്. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിനെ അതേപോലെ തന്നെ ഇടുകയാണ്. എന്നിട്ട് ഇതിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കിയേ. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എത്ര വരും? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ മൈനസ് 4ab എന്ന് വരും. ആണല്ലോ. ഡിവൈഡ് ബൈ എന്താ 2ab ആണല്ലോ. ഇനി നോക്കിയോ, ഇച്ചിരി പാടാണ്, നോക്കിക്കോണം. എക്സ് ഈസിക്കൽ ടു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ്. നോക്കിയോ, ഇവിടെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇവിടെ നോക്കി എ സ്ക്വയർ. ഇത് പ്ലസ് 2ab മൈനസ് 2ab എന്ന് പറയുമ്പോൾ എത്ര? 2ab മൈനസ് 4ab എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാ? 2ab മൈനസ് 4ab എന്ന് പറയുമ്പോൾ മൈനസ് 2ab അല്ലേ? അങ്ങനെയാണ് നമുക്ക് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതിയോ? എഴുതാം. ഡിവൈഡ് ബൈ എന്താ 2ab എന്ന് വരും. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എക്സ് ഈസിക്കൽ ടു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇതെന്തിൻ്റെ ഐഡൻറ്റിറ്റിയാണ്? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ ഐഡൻറ്റിറ്റി അല്ലേ? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഇതിനെ നമുക്ക് എന്തെന്ന് എഴുതാം? എ സ്ക്വയർ മൈനസ് എന്താണെന്ന് എഴുതാം? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലേ? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. ഓക്കെ, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ, ശരിയല്ലേ? നമുക്കറിയാം സ്ക്വയറിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 2 സ്ക്വയറിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എത്രയാണ്? 2. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എത്രയായിരിക്കും? എ പ്ലസ് ബി ആയിരിക്കും. അതേപോലെ തന്നെ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ റൂട്ട് എടുത്താലും എത്ര തന്നെയായിരിക്കും? എ മൈനസ് ബി. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളി ഇതേണ്ട ഇവനെ ഇങ്ങനെ ചെയ്യരുതോ? ഡിവൈഡ് ബൈ താഴെ ആരുണ്ട്? ഡിവൈഡ് ബൈ താഴെ ആരുണ്ട്? 2ab ഉണ്ട്. വീണ്ടും നമ്മൾ എക്സ് ഈസിക്കൽ ടു നമുക്ക് എന്തെന്ന് എഴുതും? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ്. അല്ല, റൂട്ട് വേണ്ടല്ലോ. ഇനി എന്ത് ചെയ്താൽ മതി? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ എന്താ? എ പ്ലസ് ബി ഇല്ലേ? അതേപോലെ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് എത്ര? എ മൈനസ് ബി ആണല്ലോ. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഡിവൈഡ് ബൈ എന്താ 2ab എന്ന് കൊടുക്കുന്നു. ആണല്ലോ.
ഇനി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. നമ്മുടെ ആൻസർ എന്താ പറയുന്നത്? എ പ്ലസ് ബി ബൈ എക്സ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഈ എ പ്ലസ് ബി എഴുതി ഹോൾ സ്ക്വയറിനെ ഞാൻ എന്താക്കാൻ പോകാന്നറിയോ? എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്നാക്കാൻ പോകും. കുഴപ്പമുണ്ടോ? 2 സ്ക്വയറിനെ നമുക്ക് എന്താക്കാം? 2 ഇൻറ്റു 2 എന്നാക്കാമെന്ന് പറഞ്ഞ പോലെ തന്നെ എ പ്ലസ് ബി ഹോൾ സ്ക്വയറിനെ ഞാൻ എന്താക്കാൻ പോവാം? എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആക്കാൻ പോവാം. പ്ലസ് ഓർ മൈനസ് എന്താ? എ പ്ലസ് ബി ഇൻറ്റു എന്താ? എ മൈനസ് ബി ആണോ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഡിവൈഡഡ് ബൈ താഴെ ഡിവൈഡ് ബൈ എന്താ? 2ab. ഓക്കെ, ഇനി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ കിട്ടുമോ നോക്കട്ടെ. എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് എന്താണ്? എ മൈനസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് ചെയ്യുന്നു. ഡിവൈഡഡ് ബൈ എന്താണ്? ഡിവൈഡഡ് ബൈ എന്താ? 2ab എന്ന് വരുന്നു. ഓക്കെ ആണല്ലോ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക നോക്കിയേ? ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? എ പ്ലസ് ബി എ മൈനസ് ബി ആണ്. ഇത് ചെയ്യുമ്പോൾ എന്താ വരിക? നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം ഇല്ലേ? എക്സ്പാൻഡ് ചെയ്ത് നോക്കുമ്പോൾ നോക്കിയേ, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ് ഈ സൈഡിൽ. ഈ സൈഡിലോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുണ്ട്. ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എ സ്ക്വയർ 2a സ്ക്വയർ, ഒരു സെക്കൻഡ്, 2a സ്ക്വയർ 2a സ്ക്വയർ പ്ലസ് മൈനസ് ബി സ്ക്വയർ അല്ലേ? ഇത് രണ്ടും പോയി പ്ലസ് 2ab ഡിവൈഡ് ബൈ എന്താ? 2ab എന്ന് വരുന്നു. നോക്കിക്കോണേ, ശ്രദ്ധിച്ചോണേ. നമ്മൾ എന്താ ചെയ്തത്? നമ്മളിവിടെ എന്താ ചെയ്തത്? ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി നോക്കിയാണ്. പക്ഷേ സ്പ്ലിറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. അവിടുന്ന് എന്ത് ചെയ്താൽ മതിയായിരുന്നു? അവിടുന്ന് എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ ഐഡൻറ്റിറ്റി എടുത്താൽ മതിയായിരുന്നു ഇല്ലേ? ശരിയല്ലേ? ഡിവൈഡഡ് ബൈ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോണം. നമ്മളിവിടെ എന്താ ചെയ്തത്? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആയത്. അപ്പോൾ എന്താ? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. പ്ലസ് നമുക്കറിയാം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഡിവൈഡഡ് ബൈ എന്താ? 2ab. ഓക്കെ, ഇവിടെ പ്ലസ് ബി സ്ക്വയർ മൈനസ് ബി സ്ക്വയറും പോയി. ബാക്കി എന്താ വരുന്നത്? ഇവിടെ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ 2a സ്ക്വയർ പ്ലസ് 2ab ഡിവൈഡ് ബൈ എന്താ? 2ab എന്ന് വരുന്നു. ഇതിനെ നമുക്ക് എന്തെന്ന് എഴുതാം? ഇതിനെ നമുക്ക് 2a കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തെന്ന് വരും? 2a കോമൺ എടുത്തു കഴിഞ്ഞാൽ എ പ്ലസ് ബി എന്ന് വരും അല്ലേ? ഡിവൈഡ് ബൈ താഴെ ആര് കിടപ്പുണ്ട്? 2ab. 2a കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എത്ര കിട്ടും? എ പ്ലസ് ബി ഡിവൈഡ് ബൈ ബി. ആണോ? ഒരു ആൻസർ അതാണോ? ആണല്ലോ. ഇനി രണ്ടാമത്തെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? എക്സ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് എന്താ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആയി ചെയ്യുന്നത്. ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ ഡിവൈഡ് ബൈ എന്താ? 2ab ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് നോക്കാം. ഇവിടെ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ മൈനസ് എന്താണ്? ബ്രാക്കറ്റ് ഉണ്ട്. മൈനസ് ബ്രാക്കറ്റ് ഉള്ളതുകൊണ്ട് മൈനസ് വെച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ? എ സ്ക്വയർ പ്ലസ് എന്താ? ബി സ്ക്വയർ എന്നാവും. ഡിവൈഡ് ബൈ എന്താ? 2ab. ഇവിടെ പ്ലസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കട്ട് ചെയ്ത് പോകുമ്പോൾ ഇവിടെ ബി സ്ക്വയർ പ്ലസ് എന്താ? 2ab ഡിവൈഡ് ബൈ 2ab എന്നാണ് വരുന്നത്. ഇവിടെ നമുക്ക് ബി കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ? 2b സ്ക്വയർ വരും. 2b ആണല്ലോ. അപ്പോൾ ഇവിടുന്ന് 2b കോമൺ എടുക്കുവാണെങ്കിൽ ബാക്കി എന്ത് വരും? ബി പ്ലസ് എ എന്ന് വരുന്നു. ഡിവൈഡ് ബൈ എന്താ? 2ab. ഇവിടുന്ന് b2 കട്ട് ചെയ്ത് കളഞ്ഞ് ബാക്കി എന്താ? ബി പ്ലസ് എ ഡിവൈഡ് ബൈ എ. ഇതായിരിക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. നല്ല പാടുള്ള നല്ലൊരു ക്വസ്റ്റ്യനാണിത്. നല്ല സെറ്റപ്പ് ക്വസ്റ്റ്യനാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കുഞ്ഞുങ്ങളെ, ഇത് കാണാൻ പറ്റുന്നുണ്ടോ? മനസ്സിലായോ? ഒന്ന് പറയണേ.
ദേവനാരായൺ, ഈ ചെയ്ത കാര്യം മനസ്സിലായോ? ദേവനാരായൺ, യെസ് സർ. ഇവിടെ സന, നിരഞ്ജൻ ഓക്കെ, എഴുതിയെടുത്തോ. കാണോ? ഓക്കെ, എഴുതിയെടുത്തെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് നമ്മൾ ഹോംവർക്ക് പറഞ്ഞത് മറ്റേ ഡിസ്ക്രിമിനൻ്റ് കണ്ടുപിടിക്കാനായിരുന്നു. ആ ഡിസ്ക്രിമിനൻ്റ് കണ്ടുപിടിക്കാനുള്ള 2 ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു തരും. ബാക്കി എഴുതിയോ? എഴുതിയായിരുന്നോ? ഓക്കെ, അപ്പം 2 ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പം ചെയ്തു തരും. ബാക്കിയുള്ളത് നിങ്ങൾ ഹോംവർക്ക് ചെയ്യുക. ഏതാണെന്ന് പറയുക, ഇന്നലെ ഞാൻ തന്നതിനകത്ത് 2 ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ പറഞ്ഞു തരും. ഓക്കെ, നോക്കിക്കോളൂ. അപ്പോൾ അതിനകത്തെ ഒരു ക്വസ്റ്റ്യൻ, 2 പാടുള്ള ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞു തരാം. അതിനകത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്ക്രിമിനൻ്റ് കണ്ടുപിടിക്കാനാണ്. ഫൈൻഡ് ദ ഡിസ്ക്രിമിനൻ്റ് ആണ് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്നത്. 3x² + 2√5x - 5 = 0 ആണ്. നമുക്കറിയാം ഡിസ്ക്രിമിനൻ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ b² - 4ac ആണ്. ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ a എന്ന് പറയുന്നത് എന്താ? 3, b എന്ന് പറയുന്നത് എന്താണ്? 2√5, c എന്ന് പറയുന്നത് -5 ആണ്. അതിവിടെ ഇട്ട് കൊടുക്കാം. d = b² എന്ന് പറയുമ്പോൾ 2√5 മൈനസ് 4 ഇൻറ്റു a എന്ന് പറയുമ്പോഴത്തേക്കും 3 ഇൻറ്റു c എന്ന് പറയുമ്പോഴത്തേക്കും -5. അങ്ങനെയാണെങ്കിൽ 2² 4, √5 × √5 5, 4 × 5 20 ആണോ? -5
4 ഇൻറ്റു 3 12, 12 ഇൻറ്റു 5 60 ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മൈനസോട് ചേർത്ത് പ്ലസ് ആവുന്നു. 12, 12 5 60, അല്ലെങ്കിൽ 3 15, 15 4 60. അപ്പം 60 കിട്ടുന്നു. അപ്പോൾ എത്ര കിട്ടുന്നു? 80 കിട്ടുന്നു. 80 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഡിസ്ക്രിമിനൻറ്റിൻ്റെ വാല്യൂ. ഡിസ്ക്രിമിനൻറ്റ് കണ്ടുപിടിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്താ? അടുത്ത ഡിസ്ക്രിമിനൻറ്റ് കണ്ടുപിടിക്കാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 9x² മൈനസ് 12x പ്ലസ് 4 ആണ് ഈസ് ഈക്വൽ ടു 0. ഇവിടെ ഡിസ്ക്രിമിനൻറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? b² മൈനസ് 4ac തന്നെയാണ്. അപ്പോൾ b² എന്ന് പറയുമ്പോൾ മൈനസ് 12ൻ്റെ സ്ക്വയർ ആണ്. മൈനസ് 4 ഇൻറ്റു എ എന്ന് പറയുന്നത് 9 ഇൻറ്റു സി എന്ന് പറയുന്നത് 4 ആണ്. അങ്ങനെയാണെങ്കിൽ മൈനസ് 12² എന്ന് പറയുമ്പോഴത്തേക്കും 144 ആണ്. മൈനസ് 4 ഇൻറ്റു 4 16, 16 ഇൻറ്റു 9 അല്ലെങ്കിൽ 94 36, 36 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ എത്ര? 36 ഇൻറ്റു 2 72, 144 എന്ന് വരും. 144 മൈനസ് 144 എന്ന് പറയുമ്പോൾ എത്ര? 0. അപ്പോൾ ഡിസ്ക്രിമിനൻറ്റ് ഇവിടെ 0 ആണ്. അപ്പം നേച്ചർ ചോദിച്ചിട്ടില്ല. നേച്ചർ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഡിസ്ക്രിമിനൻറ്റ് 0 ആണെങ്കിൽ ഈക്വൽ റൂട്ട്സ് ആയിരിക്കും. ഡിസ്ക്രിമിനൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്താ? റിയൽ ആൻഡ് ഡിസ്റ്റിങ് റൂട്ട് ആയിരിക്കും. ലെസ് ദാൻ 0 ആണെങ്കിൽ നോ റിയൽ റൂട്ട്സ് ആയിരിക്കും. അത് ഓർത്ത് വെച്ചു. ഓക്കെ ആണല്ലോ. ബാക്കി രണ്ടെണ്ണം ഹോംവർക്ക്. ഇത് സനിക്കും ദേവനാരായണനും നിരഞ്ജനും മനസ്സിലായെന്നൊന്ന് പറഞ്ഞേ. മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ. അടുത്തത് അതിന് നേച്ചർ കണ്ടുപിടിക്കാൻ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോളൂ, നേച്ചർ കണ്ടുപിടിക്കാൻ ഫൈൻഡ് ദ ഡിസ്ക്രിമിനൻറ്റ്. ഫൈൻഡ് എഴുതിക്കോ. ഫൈൻഡ് ദ ഡിസ്ക്രിമിനൻറ്റ് and comment upon the nature of root. nature of root. അപ്പോൾ ഇവിടെ നമുക്ക് x² പ്ലസ് 7x പ്ലസ് 12 ഈസ് ഈക്വൽ ടു 0 ആണ്. ഇതിൻ്റെ ഡിസ്ക്രിമിനൻറ്റ് കണ്ടുപിടിക്കണം. ആ റൂട്ടിൻ്റെ നേച്ചർ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്നത് 1, ബി എന്ന് പറയുന്നത് 7, സി എന്ന് പറയുന്നത് 12 ആണ്. ഡിസ്ക്രിമിനൻറ്റ് കണ്ടുപിടിക്കാൻ b² മൈനസ് 4ac ആണ്. അപ്പോൾ ഡിസ്ക്രിമിനൻറ്റ് ഈസ് ഈക്വൽ ടു b² എന്ന് പറയുമ്പോഴത്തേക്കും 7² മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 12 ആണ്. 7² 49 ആണ്. 12 ഇൻറ്റു 4 എന്ന് പറയുമ്പോഴത്തേക്കും എത്രയാണ്? 12 ഇൻറ്റു 4 48 ആണ്. അപ്പോൾ 49 മൈനസ് 48 എന്ന് പറയുമ്പോൾ 1 ആണ്. അപ്പോൾ ഡിസ്ക്രിമിനൻറ്റ് നമുക്ക് എന്ത് കിട്ടി? ഡിസ്ക്രിമിനൻറ്റ് ഗ്രേറ്റർ ദാൻ 0 കിട്ടിയത്. അപ്പം റൂട്ട്സ് ആർ എന്താണ്? റൂട്ട്സ് ആർ ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് റിയൽ. അല്ലയോ? ഈ സെഷനകത്ത് ഞാൻ ഒരെണ്ണോട് ചെയ്തു തരാം. ബാക്കി ഹോംവർക്കാണ്. ഞാൻ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഇതൂടെ ഞാൻ ചെയ്തു തരാം. 9x² മൈനസ് 6x പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഇവിടെ എ എന്ന് പറയുന്നത് 9, ബി എന്ന് പറയുന്നത് മൈനസ് 6, സി എന്ന് പറയുന്നത് 1. ഡിസ്ക്രിമിനൻറ്റ് കണ്ടുപിടിക്കാൻ b² മൈനസ് 4ac ആണ്. അങ്ങനെയാണെങ്കിൽ b² മൈനസ് 6ൻ്റെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 9 ഇൻറ്റു 1. അപ്പോൾ മൈനസ് 6² എന്ന് പറയുമ്പോൾ 36 ആണ്. 9 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 36 ആണ്. 36 മൈനസ് 36 0 ആണ്. അപ്പോൾ d0 കിട്ടി. d0 കിട്ടുവാണെങ്കിൽ എന്തായിരിക്കും? ഈക്വൽ റൂട്ട്സ് ആയിരിക്കും. ഈക്വൽ റൂട്ട്സ് ആയിരിക്കും. റൂട്ട്സ് ആർ ഈക്വൽ അല്ലെങ്കിൽ ഈക്വൽ റൂട്ട്സ്. ദേവനാരായൺ, സന, നിരഞ്ജൻ ഓക്കെ ആണോ? യെസ് സർ. ബാക്കി ഇതിനകത്ത് എല്ലാ ക്വസ്റ്റ്യനും ഹോംവർക്കാണ്. ഞാനിപ്പോൾ ഒരു എക്സസൈസ് ഇടാം. നമ്മൾ ചെയ്യിപ്പിച്ചതിനകത്ത് ബാക്കിയുള്ള എല്ലാം ഹോംവർക്ക്. ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, നോക്കാം, ചെക്ക് ചെയ്യാം. ഇപ്പോൾ വേണ്ട, പിന്നെ നോക്കിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഇവിടെ നോക്കിക്കോ. ഷോ ദാറ്റ് each one of the following quadratic equations
ഹാസ് റിയൽ റൂട്ട്സ് also find the roots. റൂട്ട് കണ്ടുപിടിക്കണം. റൂട്ട് മീൻസ് എന്താ? അതിന്റെ സീറോസ്, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റൂട്ട്സ് എന്ന് പറയുമ്പോൾ ആ എക്സിന്റെ വാല്യൂനെയാണ് റൂട്ട് എന്ന് പറയുന്നത്. സീറോസ് എന്ന് പറഞ്ഞാലും അതിന്റെ വാല്യൂസ്. ഇതിനകത്ത് എക്സിനെ ഏത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇക്വേഷൻ കംപ്ലീറ്റ് ആയിട്ട് സീറോ ആയി പോകുന്നത്. അതാണ് ഇതിന്റെ റൂട്ട്സ്. അപ്പൊ ആദ്യം ഇവർ പറഞ്ഞിട്ടുണ്ട് ഈ താഴെ തന്നിരിക്കുന്നതിനെല്ലാം റിയൽ റൂട്ട്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റിയൽ റൂട്ട്സ് ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നറിയോ? റിയൽ റൂട്ട്സ് ആണെങ്കിൽ എപ്പോഴും ആലോചിച്ചോണം, റിയൽ റൂട്ട്സ് എന്ന് മാത്രം തരുവാണെങ്കിൽ ഡിസ്ക്രിമിനന്റ് ഗ്രേറ്റ് എന്ത് വരാം? ഈക്വലും വരാം, ഡിസ്റ്റിങ്റ്റും വരാം. അപ്പം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നേ കൊടുക്കാം. റിയൽ റൂട്ട്സ് എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ. റിയൽ ആൻഡ് ഡിസ്റ്റിങ്റ്റ് റൂട്ട് എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ ഡിസ്ക്രിമിനന്റ് ഗ്രേറ്റർ ദാൻ 0 എന്ന് എടുക്കണം. ഇനിയും റിയൽ ആൻഡ് ഈക്വൽ റൂട്ട് എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ ഡിസ്ക്രിമിനന്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് എടുക്കണം. ഇനിയും അൺഈക്വൽ റൂട്ട് എന്ന് തന്നിരിക്കുന്നതെങ്കിൽ ഡിസ്ക്രിമിനന്റ് ലെസ് ദാൻ 0 എന്ന് എടുക്കണം. ഇവിടെ റിയൽ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം എന്തെന്ന് രണ്ടും വരാം. ഇത് രണ്ട് പോസിബിലിറ്റിയും ഉണ്ട് ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ ഇക്വേഷൻ എടുക്കുന്ന സമയത്ത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എടുത്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, റിയൽ എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ, റിയൽ ആൻഡ് ഡിസ്റ്റിങ്റ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് ഉപയോഗിച്ചാൽ മതി. ഡിസ്റ്റിങ്റ്റ് റിയൽ റൂട്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ, റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് മാത്രം ചെയ്താൽ മതി. മനസ്സിലായോ? എപ്പോഴും അത് ശ്രദ്ധിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഏറ്റവും പാടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നെ നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, ബാക്കി ഹോംവർക്ക് തരാം. നോക്കിയോ? അതായത് റൂട്ട്സ് റിയൽ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. 2x പ്ലസ് 3/2x ഈസ് ഈക്വൽ ടു 7/2. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇതിപ്പം എന്ത് ഫോമിലാക്കണം? ഇനി ax² + bx + c ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഫോമിലാക്കണം. അതിനുവേണ്ടി എല്ലാവരും ശ്രദ്ധിച്ച്, ഞാൻ ഇവിടെ LCM എടുക്കാൻ പോവാം. ഇതിനെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എത്ര എന്ന് വരും? 4x² + 3/2x എന്ന് വരും. ഈസ് ഈക്വൽ ടു ഏതാ? 7/2 ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4x² + 3 × 2 ഈസ് ഈക്വൽ ടു 7 × എത്രയാ? 2x. ഈ 2വിനെ വെച്ച് ഓപ്പൺ ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 8x² + 6 ഈസ് ഈക്വൽ ടു 14x. 14xനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 8x² - 14x + 6 ഈസ് ഈക്വൽ ടു 0. ആണോ? ചെറുതാക്കാം. 2 കോമൺ എടുക്കാം. 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തെന്ന് വരും? 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 4x² എന്ന് വരും, ഇവിടെ 7x എന്ന് വരുന്നു, ഇവിടെ 3 എന്ന് വരുന്നു. ഈസ് ഈക്വൽ ടു 0. 2 എന്ത് ചെയ്യും? ഡിനോമിനേറ്ററിലൂടെ അങ്ങ് പോകും അപ്പുറത്ത്. ബാക്കി നമുക്ക് വേണ്ട റിലേഷൻ എന്താ? 4x² - 7x + 3 ഈസ് ഈക്വൽ ടു 0. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇവിടുത്തെ റൂട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. റൂട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ച് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ സിംപ്ലി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ a എന്ന് പറയുന്നത് 4 ആണ്, b എന്ന് പറയുന്നത് -7 ആണ്, c എന്ന് പറയുന്നത് 3 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? x കണ്ടുപിടിക്കാൻ വേണ്ടി -b ± √b² - 4ac / 2a ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് വരും? ഇവിടെ x ഈസ് ഈക്വൽ ടു -7 ഏതാ? അല്ല, സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ച് ചെയ്യാം. എങ്ങനെയാണ് ചെയ്യാം? ഫാക്ടറൈസേഷൻ പറഞ്ഞിട്ടില്ല. അപ്പം -7 ± √b² എന്ന് പറയുമ്പോൾ -7² -4 × a എന്ന് പറയുമ്പോൾ 4 ആണ്, c എന്ന് പറയുമ്പോൾ 3 ആണ്, / 2a എന്ന് പറയുമ്പോൾ 2 × 4. അങ്ങനെയാണെങ്കിൽ ഇവിടെ x ഈസ് ഈക്വൽ ടു 7 എന്ന് വരുന്നു, ± √49 - 4 × 4 16, 16 × 3 48, / എത്ര? 8 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ x ഈസ് ഈക്വൽ ടു 7 ± √1 / 8 എന്ന് വരുന്നു. അപ്പം നമുക്ക് ഇതിനെ രണ്ടായിട്ട് ചെയ്യാം. എങ്ങനെ ചെയ്യാം? x ഈസ് ഈക്വൽ ടു 7 + √1 എന്ന് പറയുമ്പോഴത്തേക്കും 1 ആണ്. അപ്പോൾ 7 ± √8. അങ്ങനെയാണ് x ഈസ് ഈക്വൽ ടു 7 + 1/8ഉം x ഈസ് ഈക്വൽ ടു 7 - 1/8 എന്നും വരുന്നു. അങ്ങനെയാണെങ്കിൽ x ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് എഴുതാം? 8/8 which will be equal to 1 and x is equal to 6/8 വെട്ടുമ്പോൾ 3/4 എന്ന് കിട്ടും. റൂട്ട് കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണം? അല്ല, ഇനി അവരെന്താ പറയുന്നത്? റിയൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലയോ? ഈ ഷോ ദാറ്റ് ഈച്ച് വൺ ഓഫ് ദ റിയൽ റൂട്ട്സ് ആണെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? റിയൽ റൂട്ട്സ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? d ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? d ഈസ് ഈക്വൽ ടു b² - 4ac > or = 0 എന്ന് കണ്ടുപിടിച്ചാൽ മതി.
ശരിയല്ലേ? അങ്ങനെയാണ് നമുക്ക് എന്തെന്ന് വരും, ഡി ഈസിക്കൽ എന്താ, ഡി ഈസിക്കൽ ടു ബി സ്ക്വയർ മൈനസ് 4ac. നമുക്ക് നേരത്തെ എത്ര കിട്ടിയത്, -7 സ്ക്വയർ മൈനസ് എത്രയാ 4 × 4 × 3. അപ്പോൾ എത്ര ആവുന്നത് 49 - 48 ആവുന്നത്. അത് എത്ര 1 ആണ്. അത് ഗ്രേറ്റർ ദാനാണ്. മനസ്സിലായോ? അപ്പോൾ റിയലാ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എടുക്കണം ആവശ്യമില്ല. കാരണം എന്താ, ഗ്രേറ്റർ ആണ് കിട്ടി, അപ്പോൾ ഈക്വൽ ടു എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഗ്രേറ്റർ ദാനും ആവാം ഈക്വലും ആവാം, ഏത് വേണേ ആവാം. മനസ്സിലായി? അപ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ ആണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മളത് പ്രൂവ് ചെയ്തു. എന്താ, ആസ് ഡി ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് നമുക്ക് എന്താ, റൂട്ട്സ് ആർ റിയൽ. പ്രൂവ് ചെയ്തു. അയ്യോ, ഡിസ്ക്രിമിനന്റ് ഗ്രേറ്റർ ദാൻ 1 അല്ല, ഡിസ്ക്രിമിനന്റ് ഗ്രേറ്റർ ദാൻ 0 ആണ്. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ പറയണേ, മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ പറയുക. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ പറയുക. ഓക്കെ ആണോ? നിരഞ്ജൻ ഓക്കെ ആണോ? സന ഓക്കെ ആണോ? ദേവനാരായണൻ ഓക്കെ ആണോ? ഓക്കെ. അപ്പം അതും ഞാൻ ബാക്കിയുള്ളതും നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി ഇപ്പം ചെയ്ത് നോക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ ഡെയിലി എനിക്ക് ഒരു 5-6 വീതം ചെയ്ത് അയക്കണമെന്ന്. അതിനകത്താണ് ചെയ്ത് എനിക്ക് അയച്ചാൽ മതി. അതും ഞാൻ ഇടുകയാണ്. അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. കിട്ടാത്ത ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ച് പഠിക്കണം, അത് നിർബന്ധം കേട്ടോ. നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ച് പഠിക്കാം. ഓക്കെ, ഹോംവർക്ക് കൂടി ഇട്ട് തന്നില്ലേ നിങ്ങളെല്ലാം ഞാൻ ചെയ്ത് തരുന്ന പോലെ ആയിപ്പോവും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. നമുക്ക് പാടുള്ളത് തന്നെ ചെയ്യാം. ഇത് ചെയ്യാം. എന്താ, x² - 1 + √2x + √2 = 0. ഇത് റൂട്ട്സ് റിയൽ ആണ് പ്രൂവ് ചെയ്യണം. അതിനർത്ഥം എന്തുവാ, ഒന്നെങ്കിൽ ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ ആണല്ലോ? അപ്പോൾ അതിനായിട്ട് a = 1, b = -1 + √2, c = എന്താ, √2 ആണ്. അപ്പോൾ നമുക്ക് b² - 4ac ആദ്യം കണ്ടുപിടിക്കാം. b = b² - 4ac ചെയ്യുമ്പോൾ b² എന്ന് പറയുമ്പോൾ -1 + √2 2 ആണ്, -4 × 1 × c എന്ന് പറയുമ്പോൾ 2 ആണ്, √2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് -5 പ്ലസ് ആയി പോവും. ഇവിടെ 1 + √2 2 എന്ന് വരും. ആണോ? -4 ഇവിടെ എന്തെന്ന് വരും, 4√2 എന്ന് വരും. ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. 1² + a + b (2) വെച്ചിട്ട് 1² + 2 × 1 × √2 പ്ലസ് എന്താ, √2 സ്ക്വയർ -4√2. അങ്ങനെ വരുമ്പോൾ 1 + 2√2 പ്ലസ് √2 സ്ക്വയർ 2 ആണ്, -4√2. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പം 1 + 2 ചെയ്യുമ്പോൾ 3 വരും. 2√2 - 4√2 ചെയ്യുമ്പോൾ 2 മാങ്ങ -4 മാങ്ങ എന്ന് പറയുമ്പോൾ -2 മാങ്ങയാണ്. അപ്പോൾ -2√2 എന്ന് വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് എന്തായാലും 1-നേക്കാട്ടിലും ഗ്രേറ്റർ ആണ്, ഇല്ലേ? ശരിയല്ലേ? ഡി എന്തായാലും ഗ്രേറ്റർ ദാൻ എന്താണ്, 0-യെക്കാട്ടിലും ഗ്രേറ്റർ ആണ്. ഡി ഗ്രേറ്റർ ദാൻ 0 ആണ്. Therefore എന്താണ്, റൂട്ട്സ് ആർ റിയൽ. ആണോ? ആണ്. ഇനി അതിൻ്റെ റൂട്ട്സ് കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെന്ത് ചെയ്യണം? അതിനെന്ത് ചെയ്താൽ മതി, ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുന്നതാണ്. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുന്ന എളുപ്പം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, x = -b ± √b² - 4ac എന്താ 2a. b² - 4ac ഇനി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ x = ഇവിടെ കൊടുക്കുക, -1 + √2 ± റൂട്ടിനകത്ത് എന്ത് എഴുതുക, 3 - 2√2 എന്ന് എഴുതുക. ഓക്കെ ആണല്ലോ? ഡിവൈഡ് ബൈ എന്താ, 2 × 1 ആണ്.
അപ്പം ഇവിടെ നമ്മൾ വീണ്ടും അറേഞ്ച് ചെയ്തിരുന്നു 1 പ്ലസ് റൂട്ട് 2 എന്നാവുന്നു ഇൻറ്റു 1 പ്ലസ് റൂട്ട് 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എന്താ 3 മൈനസ് 2 റൂട്ട് 2 ഡിവൈഡ് ബൈ 2 എന്ന് വരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് റൂട്ട് 2 ഡിവൈഡ് ബൈ റൂട്ട് 2 1 പ്ലസ് റൂട്ട് 2 പ്ലസ് എന്താന്ന് വരും സ്ക്വയർ റൂട്ട് ഓഫ് 3 റൂട്ട് 2 3 റൂട്ട് 3 മൈനസ് റൂട്ട് ഓഫ് 3 മൈനസ് 2 റൂട്ട് 2 ഡിവൈഡ് ബൈ എന്താ 2 എന്ന് എഴുതാം. അതേപോലെ തന്നെ എക്സ് ഈസിക്കൽ എത്രയാ 1 പ്ലസ് റൂട്ട് 2 മൈനസ് എന്താ 3 മൈനസ് 2 റൂട്ട് 2 ഡിവൈഡ് ബൈ എത്ര 2 എന്ന് എഴുതാം. ഇതിനെ സോൾവ് ചെയ്ത് എഴുതാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയെങ്കിലും എഴുതി വെച്ചാൽ മതി. മനസ്സിലായി? കാരണം ഇത് എന്തായാലും കിട്ടില്ല, കാരണം ഇത് റൂട്ടാണ്. മനസ്സിലായോ? ഇത് എഴുതിയെടുത്തോ സന, നിരഞ്ജൻ, ദേവനാരായൺ. യെസ് സർ. സന എഴുതിയെടുത്തോ സന. ഓക്കെ, ഒരു മോഡൽ ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ ഇന്ന് ചെയ്യിപ്പിക്കാം. നോക്കിക്കോളൂ, എഴുതിക്കോളൂ. ബോക്സ് എടുത്തുകൊണ്ട് ഓക്കെ എഴുതിക്കോ. ഫോർ വാട്ട് വാല്യൂസ് ഓഫ് ടി ഫോർ what value of p will the following equation have real and equal roots. നോക്കിക്കോ, പി എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 3 ഈസിക്കൽ ടു 0. ഇവർ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ റൂട്ട്സ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? റിയലും ഈക്വൽ ആണെന്നോ പറഞ്ഞിരിക്കുന്നത്? റൂട്ട്സ് റിയലും ഈക്വൽ ആണെങ്കിൽ ബി സ്ക്വയർ മൈനസ് 4ac എന്തായിരിക്കും? ഈക്വൽ ടു 0 ആയിരിക്കും. അത് നമ്മൾ കൊടുത്തിട്ട് ഇതിനകത്ത് വാല്യൂ കൊടുക്കുക. ബി എന്ന് പറഞ്ഞാൽ എന്താ? എ എന്ന് പറയുന്നത് ഇവിടെ പി ആണ്, ബി എന്ന് പറയുന്നത് -4 ആണ്, സി എന്ന് പറയുന്നത് 3 ആണ്. അതിവിടെ കൊടുക്കുമ്പോൾ -4 സ്ക്വയർ -4 ഇൻറ്റു പി ഇൻറ്റു 3 എന്ന് വരും, ഈസിക്കൽ ടു 0. അങ്ങനെയാണെങ്കിൽ -4 സ്ക്വയർ 16 ആണ്, ഇത് -12p ഈസിക്കൽ ടു എന്ന് വരും 0. അവിടെ നിന്ന് 12p കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? എന്ത് ചെയ്താൽ മതി? ഈ 16നെ എങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ -12p ഈസിക്കൽ ടു -16 വരുന്നു. മൈനസും കട്ട് ചെയ്യുന്നു. p ഈസിക്കൽ ടു 16/12 എന്ന് വരുന്നു. ഇത് 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 8, ഇവിടെ 6, വീണ്ടും 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 4, ഇവിടെ 3. കണ്ടോ? 4/3 ആയിരിക്കും.
ക്ലിയർ ആണോ? അപ്പം അതും ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യനും ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതും ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാനകത്ത് നോക്കിയോ, ഇതുണ്ട്, ഇത് ചെയ്യാം. നോക്കിയോ, ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ 3px² = 4 × px - 1. ഇതെങ്ങനെ ചെയ്യാൻ നോക്കിയേ. 3px² ഇതിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 4px - 1 എന്നാകുന്നു. ഓക്കെ, എന്നിട്ട് അറേഞ്ച് ചെയ്തിട്ട് 3px² - 4px + 1 = 0 എന്നാക്കുന്നു. ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇതും ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയാ? ax² + bx + c = 0. ഇത് 4 വരും, ഇത് 4 വരും, ഇതും 4 വരും. ഓക്കെ, അപ്പൊ ഇവിടെ a എന്താ? 3p ആണ് a. b എന്താ? -4p ആണ്. c എന്താ? 4 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാം റൂട്ട്സ് റിയലും ഈക്വൽ ആയതുകൊണ്ട് b² - 4ac എന്താണ്? 0 ആണ്, ആണല്ലോ. b² എന്ന് പറയുമ്പോൾ -4pയുടെ സ്ക്വയർ -4 × a എന്ന് പറയുമ്പോൾ എത്ര? ഇവിടെ a എന്ന് പറയുമ്പോൾ 3p ആണ്, c എന്ന് പറയുമ്പോൾ എത്ര? 4 = 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 4pയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 16p² മൈനസ് ഇതെന്ത് വരും? 4 × 4 16, 16 × 3 48, അപ്പം -48p എന്ന് വരും, = 0. ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇവിടെ ഒന്ന് 16p കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ? p - 3 എന്ന് വരും, ആണോ? = 0. ഇനി നമുക്ക് എന്ത് എഴുതാം? 16p = 0 എന്ന് എടുക്കാം, p - 3 എന്തെന്ന് എടുക്കാം? 0 എന്ന് എടുക്കാം. ഇവിടെ p യുടെ വാല്യൂ 0 വരും, ഇവിടെ p യുടെ വാല്യൂ 3 എന്ന് വരും. p ക്ക് ഇവിടെ 2 വാല്യൂ ഉണ്ടാവും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഇതിനകത്ത് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആ ക്വസ്റ്റ്യനോട് ചെയ്തു തരാം, നോക്കിക്കോളൂ, ശ്രദ്ധിച്ചോളൂ. 4 - px² + 2p + 4 × x + 8p + 1 = 0. ഇവിടെയും റൂട്ട്സ് റിയലും ഈക്വലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. p യുടെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കറിയാം ഇവിടെ a എന്ന് പറയുന്നത് 4 - p യും b എന്ന് പറയുന്നത് 2p + 4 ഉം c എന്ന് പറയുന്നത് 8p + 1 ആണ്. നമുക്കറിയാം ഡിസ്ക്രിമിനന്റ് എന്ന് പറയുന്നത് b² - 4ac ആണ്. അത് എപ്പോഴും 0 ആയിരിക്കും, റൂട്ട്സ് റിയൽ ഈക്വൽ ആയി കഴിഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ b² എന്ന് പറയുമ്പോഴത്തേക്കും 2p + 4 the whole square minus 4 × a എന്ന് പറയുമ്പോൾ 4 - p × c എന്ന് പറയുമ്പോഴത്തേക്കും 8p + 1 എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? = 0 ആണ്. ഇവിടെ ഈക്വൽ ടു കൊടുക്കണ്ടേ, ഇവിടെ ഈക്വൽ ടു കൊടുക്കണ്ട, അങ്ങോട്ട് അപ്പുറത്ത് കൊടുത്താൽ മതി. ഇനി എന്ത് ചെയ്യാം? ഇവിടെ 2p² എക്സ്പാൻഡ് ചെയ്യാം, പ്ലസ് എത്രയാ? 2 × 2p × 4 പ്ലസ് എന്താ? 4² മൈനസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഇവരെ തമ്മിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യണേ. അവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ 4 ഇട്ട് കൊടുത്താൽ മതി. -4 അവിടെ കൊടുക്കുന്നു, ബ്രാക്കറ്റ് ഇടുന്നു. അടുത്തത് 4 × 8p + 1 എന്ന് എഴുതുന്നു. അടുത്ത എന്താ? -p × 8p + 1 എന്ന് എഴുതുന്നു. നോക്കിക്കോണം, ഇത് ഇച്ചിരി പാടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മളിവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇത് 4p² വരുന്നു, പ്ലസ് ഇത് 4 × 2 8, 8 × 2 16, 16p വരുന്നു, പ്ലസ് 16 വരുന്നു. ഓക്കെ, മൈനസ് 4 × ഇതിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 32p + 4 മൈനസ് 8p² മൈനസ് p എന്ന് വരുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അടുത്ത സ്റ്റെപ്പിൽ ഈ -4നെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 4p² + 16p + 16 -4 × 32 എന്ന് പറയുമ്പോൾ 32 എന്ന് പറയുമ്പോൾ 64, 64 64 128p മൈനസ് 16 പ്ലസ് 32p² പ്ലസ് 4p എന്ന് വരും. ഇനിയും ഒരേപോലുള്ള എല്ലാം ഒരുമിച്ച് ചെയ്യാം. നമുക്ക് 4p² ഉം 32p ഇതും കൂടെ കൂട്ടുന്ന സമയത്ത് നമുക്ക് 36p² ഇടുന്നു. 16p യും 4p യും 128p യും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 16 - 128 എന്ന് പറയുമ്പോഴത്തേക്കും
128 118 112 വരുന്നു. 112 മൈനസ് ആണ്, മൈനസ് 112 പ്ലസ് 4 എന്ന് പറയുമ്പോഴത്തേക്കും മൈനസ് 108 പി. പിന്നെ ഇവിടെ പ്ലസ് 16ഉം ഇവിടെയും പ്ലസ് 16ഉം വെട്ടിപ്പോയി. ബാക്കി എന്താ ഉള്ളത്? ബാക്കിയൊന്നും ഇല്ലല്ലോ, നമ്പേഴ്സ് ഒന്നുമില്ല. അപ്പോൾ ഈസിക്വൽ ടു 0 ആണോ? ബി സ്ക്വയർ മൈനസ് 4ac = 0 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കോമൺ എടുക്കാം? 36 പി കോമൺ എടുത്ത് കഴിഞ്ഞാൽ ബാക്കി എന്തെന്ന് വരും? പി മൈനസ് 3 എന്ന് വരും, ഈസിക്വൽ ടു 0. അവിടുന്ന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? 36 പി ഈസിക്വൽ ടു 0 എന്ന് കൊടുക്കുന്നു. പി ഈസിക്വൽ ടു 0/36 വിച്ച് വിൽ ബി ഈക്വൽ ടു 0. ഇവിടെ പി മൈനസ് 3 ഈസിക്വൽ ടു 0, അവിടുന്ന് പി ഈസിക്വൽ ടു പ്ലസ് 3. കണ്ടോ? ഇതായിരിക്കും ആൻസർ. അപ്പോൾ പിയുടെ ആൻസർ രണ്ടെണ്ണമുണ്ട്, 3ഉം 0ഉം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. സനയ്ക്കും നിരഞ്ജനും ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നിർത്താം ക്ലാസ്.